ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാം കൊണ്ടും തന്നെ ഒരു കിടിലൻ പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ കൃഷിന്റെയും കൺമണിയുടെയും ജീവിതത്തിൽ ഓരോ നല്ല നിമിഷങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൃഷും കൺമണിയും കൂടി സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷി പെട്ടെന്ന് കൺമണിയെ പൊക്കിയെടുക്കുന്നുണ്ട്. കൺമണിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. കൃഷി വേഗം തന്നെ കൺമണിയെ പൊക്കിയെടുത്ത് ആ സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുകയാണ്. ആ സന്തോഷത്തിൽ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് തന്നെ കൺമണി കൃഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൃഷിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കൺമണി അങ്ങനെ ഉമ്മ കൊടുക്കുന്ന സമയത്ത് കൃഷി ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് കൺമണി കൃഷിനോട് പറയുന്നുണ്ട്, സാറിന്റെ കൂടെ ഈ ലോകത്തുള്ള ഏത് കോണിലേക്കും ഞാൻ വരാൻ തയ്യാറാണെന്ന് കൺമണി പറയുന്ന സമയത്ത് കൃഷിന് വളരെ സന്തോഷമാവുകയാണ്. പിന്നീട് കൃഷിയും കൺമണിയും തമ്മിൽ ലിപ് ലോക്ക് ചെയ്യാണ്. കൃഷിയും കൺമണിയും തമ്മിൽ അവിടെ ഒരു റൊമാൻസ് തന്നെ നടക്കുന്നുണ്ട്. അതിനുശേഷം കരീം സാഹിബ് ദേവ്ജിയെ വിളിക്കുന്നുണ്ട്. അനിരുദ്ധ് സാറിൽ നിന്നും എനിക്ക് ആ ഡിസൈൻ കിട്ടിയിട്ടുണ്ടെന്നും ഞാൻ അത് എത്രയും പെട്ടെന്ന് തന്നെ ഓഫീസിൽ എത്തിക്കാമെന്നും സാഹിബ് ഫോണിൽ വിളിച്ച് ദേവ്ജിയെ അറിയിക്കുന്നുണ്ട്. ഇതേ സമയം സാഹിബിന്റെ കൂടെയുള്ള മല്ലന്മാര് അനിരുദ്ധ് സാറിനെ തല്ലി ചതയ്ക്കുന്നുണ്ട്. പിന്നീട് സാഗർ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരുന്നുണ്ട്. ഡിസൈൻ കണ്ട് അത് ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് സാഗർ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തുന്നത്. എന്നിട്ട് സുജുവിനോട് പറയുന്നുണ്ട്, സുജു, കൺമണി തകർത്തിട്ടുണ്ട്. കൺമണിയുടെ ആ ഡിസൈൻ ഓഫീസിലെത്തി, ഞാനത് കണ്ടിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. ശങ്കർ മോഹൻ എന്തായാലും ഈ ഡിസൈൻ ഒരുപാട് ഇഷ്ടമാവും. പ്രൊജക്ട് എന്തായാലും നമുക്ക് തന്നെ കിട്ടും. കൺമണി നല്ലൊരു കഴിവുള്ള കുട്ടിയാണെന്നൊക്കെ വളരെ സന്തോഷത്തോടുകൂടി സാഗർ സുജുവിനോട് പറയുന്നുണ്ട്. എന്നാൽ സാഗർ സുജുവിനോട് സന്തോഷം പ്രകടിപ്പിക്കുന്നതെല്ലാം അറിഞ്ഞു നിന്ന് കാണുന്നുണ്ട് മാനസയുടെ പ്ലാനുകളെല്ലാം തകർത്ത് വീണ്ടും കൺമണിയുടെ ആ ഡിസൈൻ ഓഫീസിലെത്തുകയാണ്. മാനസ എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അതിവിടെ സംഭവിക്കുകയാണ്. കൺമണിയെ ഇങ്ങനെ ആരും അഭിനന്ദിക്കാനോ കൺമണി ഈ ഡിസൈൻ പൂർത്തിയാക്കി ഇനിയും ഹൈ ലെവൽ പോവാതിരിക്കാനും വേണ്ടിയാണ് മാനസ ഇങ്ങനെയെല്ലാം ചെയ്തെങ്കിലും പ്ലാനുകളെല്ലാം തകരുകയാണ്. ഇതോടുകൂടി എന്തായാലും മാനസയ്ക്ക് കൺമണിയോടുള്ള ദേഷ്യവും പകയും ഒന്നുകൂടി കൂടിയിരിക്കുകയാണ്. പിന്നീട് രാത്രിയിൽ സാഗർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. ആ സ്വപ്നം എന്തായാലും സാഗറും ബലരാമനെയും ബന്ധപ്പെട്ടുള്ളത് തന്നെയായിരിക്കും. പിന്നീട് കൺമണിയെ കാണിക്കുന്നുണ്ട്. കൺമണി പെട്ടെന്ന് എന്തോ കണ്ട് ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് വരുണും ശ്രീനിവാസനും അമ്മായിമാരും തമ്മിൽ തർക്കമുണ്ടാവുന്നുണ്ട്. ഇത് കേട്ട് ഗോകുൽ വരുണിനോട് പറയുന്നുണ്ട്, താൻ ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങി പോടോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അമ്മായിമാര് 3 പേരും വരുണിനെ പിടിച്ച് പുറത്താക്കാൻ നോക്കുന്നുണ്ട്. ഇതൊന്നും കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ധനലക്ഷ്മി നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ശ്രീനിവാസന് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് വയ്യാതാവുകയാണ്. ഗോകുല് പെട്ടെന്ന് തന്നെ ശ്രീനിവാസനെ അപ്പൊ പോയി നോക്കുന്നുണ്ട്. അതിനുശേഷം ഭാഗ്യശ്രീയെ അടച്ചിട്ട റൂം സുമിത്ര തുറക്കുകയാണ്. ആ സമയം കൊണ്ട് ഭാഗ്യശ്രീ വേഗം തന്നെ സുമിത്രയെ തള്ളിയിട്ടുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ്. ബാലുവും ഭാഗ്യശ്രീയെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ടെങ്കിലും ബാലുവിനെയും തള്ളിയിട്ടുകൊണ്ട് ഭാഗ്യശ്രീ ഇവിടുന്ന് വേഗം തന്നെ രക്ഷപ്പെട്ടു പോവുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ എന്തായാലും ഒരു മെഗാ എപ്പിസോഡ് തന്നെയാണ് വരാനിരിക്കുന്നത്. ആ എപ്പിസോഡിനായി കാത്തിരിക്കാം. ബൈ, ഗുഡ് നൈറ്റ്.